ഹായ്, സ്പെസിയ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നാടൻ മത്തിക്കറി തേങ്ങ അരച്ചത്, ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈൽ. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തയ്യാറാക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഹോമിൻഷാണ്. ഹോമിൻഷ് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന കറികളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ മത്തിക്കറി. ഞങ്ങളുടെ കുട്ടികൾക്കും അവരുടെ ഉമ്മ ഉണ്ടാക്കുന്ന ഈ നാടൻ മത്തിക്കറി ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ പ്രചോദനമാണ് ഞങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കിനി നമ്മുടെ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ മസാല അരക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 ചെറിയ ഉള്ളി, പിന്നെ 1/2 മുറി തേങ്ങ ചെറിയത്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്, 2 കുടംപുളി, പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 തണ്ട് വേപ്പില, 5 പച്ചമുളക്, പിന്നെ താളിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 തണ്ട് വേപ്പില, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മിളക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പാത്രം വെക്കാം. നമ്മളിവിടെ മീൻ ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക്, തക്കാളി, വേപ്പിലയും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കറി കുറുകുന്നത് വരെ വറ്റിച്ചെടുക്കാം. ഒന്ന് ഇതേപോലെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കറി. ഇപ്പോൾ നമ്മുടെ കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുക. പാന് ചൂടായിട്ട് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ വേപ്പിലും ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കറി ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മത്തിക്കറി തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരു സൂപ്പർ മീൻ കറിയാണിത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.